Good morning, everyone. In the previous class, we have discussed the scope of operations management. So, today we are going to discuss a very small topic, that is the difference in the operations in manufacturing firms and in non manufacturing firms. Or we are dividing the firms as manufacturing and non manufacturing firms on the basis of their operation. So, we need to find out what all are the differences in the operations of manufacturing and non manufacturing firms. What are the main differences in manufacturing organization and non-manufacturing organization? So I have already made it into a table so that we can easily identify the difference of manufacturing organization and non-manufacturing organization. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ബേസ് ആയിട്ട് മാനുഫാക്ചറിങ് ഫേംസ് നോൺ മാനുഫാക്ചറിങ് ഫേംസ് ഓരോ ബേസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ബേസ് നമുക്ക് നോക്കാം, നേച്ചർ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഒരു നോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ നേച്ചർ എന്താണ്? നമുക്കറിയാം, മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫോമുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നോൺ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ ഇവരുടെ നോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സർവീസാണെന്ന് കരുതുക. എക്സാമ്പിൾ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സോപ്പാണെന്ന് കരുതുക. സോ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്, ദിസ് പ്രോഡക്റ്റ് ഈസ് ടാഞ്ചിബിൾ ആൻഡ് ദിസ് ഇസ് ഇൻടാഞ്ചിബിൾ. So the manufacturing company's product will have a physical shape and form and it is tangible, but the non-manufacturing company's product, it will not have any physical form or shape and it is intangible. പിന്നെ കൺസംഷൻ ഓഫ് ഔട്ട്പുട്ടാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആൾക്കാർ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്, നോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇവർ ഓഫർ ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു സോപ്പ് തന്നെയാണ് എക്സാമ്പിൾ ആണെങ്കിൽ, വി ആർ കൺസ്യൂമിങ് ഇറ്റ് നോട്ട് ഇമ്മീഡിയറ്റ്ലി. അത് പതുക്കെ നമ്മളത് ഉപയോഗിച്ച് തീർക്കുകയുള്ളൂ, റൈറ്റ്? അതേസമയം നോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ ആണെങ്കിലോ, ലൈക്ക് ഒരു സർവീസ് ആണെങ്കിലോ, നമ്മളത് ഇമ്മീഡിയറ്റ്ലി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇഫ് യു ആർ വാച്ചിങ് എ മൂവി ഓർ ഇഫ് യു ആർ ഗോയിങ് ടു എ ഹോസ്പിറ്റൽ, നമ്മൾ പതുക്കെ അല്ല ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി വി ആർ ഹാവിങ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പർട്ടിക്കുലർ സർവീസ് ഓർ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, റൈറ്റ്? സോ ദ കൺസംഷൻ ഓഫ് ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഓവർ ടൈം ആൻഡ് ഫോർ ദ നോൺ മാനുഫാക്ചറിങ് കമ്പനീസ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി. ഇനി ഒരു നേച്ചർ ഓഫ് വർക്കാണ്. കൂടുതലും മാനുഫാക്ചറിങ് കമ്പനീസിലും നോൺ മാനുഫാക്ചറിങ് കമ്പനീസിലും എന്തൊക്കെയാണ് നേച്ചർ ഓഫ് വർക്കിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ്? മാനുഫാക്ചറിങ് കമ്പനീസിൽ ലെസ് ലേബർ ആർ യൂസ്ഡ്, തൊഴിലാളികൾ വളരെ കുറവാണിപ്പോൾ. അതേസമയം നോൺ മാനുഫാക്ചറിങ് കമ്പനീസിലോ മോർ ലേബർ. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്, ബിക്കോസ് ഇൻ മാനുഫാക്ചറിങ് കമ്പനീസ് പൂർണ്ണമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ ആണല്ലോ. സോ ഇറ്റ് ഈസ് മെക്കനൈസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത് മെഷീനറീസ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ലേബറിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം നോൺ മാനുഫാക്ചറിങ് കമ്പനീസിലോ ആക്ച്വലി എ സർവീസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ഈസ് ഗിവൻ. ദാറ്റ് മീൻസ് എ സർവീസ് ഈസ് ഗിവൻ. സോ ഇറ്റ് ഈസ് ഗിവൻ ബൈ വൺ പേഴ്സൺ ടു അനദർ. സോ ഡെഫിനറ്റ്ലി അത് ഒരാൾക്ക് ഒരു കൺസ്യൂമറിന് കൊടുക്കണമെങ്കിൽ ലേബറിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. Because non-manufacturing companies, labor plays a great role. The personnel or the men plays a major role. ഇനി അടുത്ത ഡിഗ്രി ഓഫ് കസ്റ്റമർ കോണ്ടാക്റ്റ് ആണ്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി, ഈ മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ട് ഡു വി ഹാവ് എ ഗ്രേറ്റ് കോണ്ടാക്ട് ദ കസ്റ്റമേഴ്സ്? ബട്ട് ദ നോൺ മാനുഫാക്ചറിങ് കമ്പനി, ദേ ആർ ഗിവിങ് എ സർവീസ്. വാട്ട് ഈസ് ദ കോണ്ടാക്ട് ലെവൽ ഓഫ് ദ കൺസ്യൂമർ? നമുക്കറിയാം, ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രൊഡക്റ്റ് ഒരു കടയിലെത്തുന്നു, നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നു. വി ആർ നോട്ട് ഹാവിങ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി. പക്ഷേ ഒരു നോൺ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആണെന്ന് കരുതുക, വി ആർ ഡയറക്ട്ലി കോൺടാക്ടിങ് ദ പർട്ടിക്കുലർ ഫേം. സോ ദ ഡിഗ്രി ഓഫ് കസ്റ്റമർ കോൺടാക്ട് ഈസ് വെരി ലെസ് ഫോർ ദ മാനുഫാക്ചറിങ് ഫേം, ബട്ട് ഇറ്റ് ഈസ് വെരി ഹൈ ഫോർ നോൺ മാനുഫാക്ചറിങ് കമ്പനീസ്. ഈ കസ്റ്റമർ പാർട്ടിസിപ്പേഷനാണ്. കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇസ് നിൽ ഫോർ മാനുഫാക്ചറിങ് ഫേംസ്, ബട്ട് ഇറ്റ് ഈസ് വെരി മച്ച് ദെയർ ഇൻ നോൺ മാനുഫാക്ചറിങ് ഫേംസ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ആ നേരിട്ടുള്ള ഇടപാടുകളിൽ കസ്റ്റമറിന് യാതൊരു റോളുമില്ല. വെൻ ദ പ്രൊഡക്റ്റ് ഈസ് ഔട്ട് ടു ദ മാർക്കറ്റ്, ദേ വിൽ പർച്ചേസ് ഇറ്റ്. പക്ഷേ നോൺ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ വളരെ വലുതാണ്. അത് കൃത്യമായിട്ട് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുക. Measurement of performance. For the manufacturing companies, sophisticated methods for scientific measuring performance. അപ്പോൾ കൃത്യമായിട്ടൊരു ഫിസിക്കൽ പ്രോഡക്റ്റ്, മെഷീനറി ടു മെഷീനറി ഒരു സാധനം പോയി അത് ട്രാൻസ്ഫോം ചെയ്തൊരു പ്രൊഡക്റ്റ് ആവുകയാണ്.
അപ്പോൾ ഓരോ മെഷീനറിയുടെയും ക്വാളിറ്റി ചെക്കപ്പ് നടത്താനും ഓരോ സ്റ്റേജസിലും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നടത്താനും ഒക്കെ ആയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് സയൻറ്റിഫിക് മെഷറിംഗ് മെത്തേഡ്സ് ആർ ദെയർ. പക്ഷേ നോൺ മാനുഫാക്ചറിങ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതലും ഒരു എന്താ പറയുക, വളരെ എലിമെൻ്ററി ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ കാര്യമായിട്ടുള്ളൂ. Nowadays there are scientific ways of measuring the performance of non-manufacturing companies. പക്ഷേ കൂടുതലായിട്ട് നമ്മളൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഫേംസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ നമ്മൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് ഫേംസിൻ്റെ പെർഫോമൻസ് നമ്മൾ സയൻറ്റിഫിക്കലിയാണ് അനലൈസ് ചെയ്യുന്നത്. നോൺ മാനുഫാക്ചറിങ് ഫേംസിൻ്റെ കുറച്ചും കൂടി ഒരു ബേസിക് ലെവലാണ്, എലിമെൻ്ററി ലെവലാണ് എന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. So these are the main differences between a manufacturing organization and a non-manufacturing organization. So keep all these points in your mind. Thank you.